ഇയാളില്ലാതെ തന്നെ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം. ഇയാൾക്ക് ഉറങ്ങാൻ സമയമുണ്ട്, കറങ്ങാൻ സമയമുണ്ട്, മക്കളുടെ കൂടെ സമയമുണ്ട്. പക്ഷെ ഇയാൾക്ക് ഡിപ്രഷനായി പോയി, ഞാൻ ബിസിനസ് ചെയ്യണില്ല. എന്താണ് $1 ബില്യൺ CEO മൈൻഡ് സെറ്റ് ആൻഡ് ഹാബിറ്റ്സ്? നമ്മൾ $1 ബില്യൺ CEO ബ്ലൂ പ്രിന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു $1 ബില്യൺ CEO അതല്ലെങ്കിൽ ഒരു CEO മൈൻഡ് സെറ്റ് എന്താണ്? അപ്പോൾ നമ്മളെല്ലാവരും കച്ചവടക്കാരാണ്. അപ്പോൾ ഞാൻ നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും പല കച്ചവടക്കാരെ കാണും, പല ബിസിനസ്സുകാരെ കാണും. പല ബിസിനസ്സുകാരെ കാണുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടും ഈ ബിസിനസ്സുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിൽ ഇടപെടുകയും അതിൽ സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ബിസിനസ് എന്നുള്ളതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ഇടത്തരം ചെറുകിട ബിസിനസ്സുകാരൊക്കെ കാണും. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഈ CEO ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആവട്ടെ, ഞങ്ങളുടെ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും ശരി, 80% അല്ലെങ്കിൽ 70% പാർട്ടിസിപ്പൻസും എപ്പോഴും ഉണ്ടാകുന്നത് കോഴിക്കോട് സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് ആൻഡ് മലപ്പുറം. അപ്പോൾ ഇത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഒരു എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള സൊസൈറ്റി എന്ന രീതിയിൽ കോഴിക്കോട് മലബാർ മേഖലയിലുള്ള ആളുകൾ കുറേ കൂടെ മുന്നോട്ട് വരും. പലപ്പോഴും ചേഞ്ചിന് റെഡിയാണ്, അഡാപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, ബിസിനസ്സിലേക്ക് കുറച്ചും കൂടെ വളരെ ശക്തമായിട്ട് ഇറങ്ങുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഞങ്ങൾ പ്രോഗ്രാം വയ്ക്കുന്നതെങ്കിലും അവിടേക്കും വരുന്നത് മലബാർ സൈഡിൽ നിന്നുള്ളവരായിരിക്കും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് നിന്നുള്ളവരാണ് ഭൂരിപക്ഷം ഉണ്ടാവും. പിന്നെ കുറച്ച് തൃശ്ശൂരുകാരും ഉണ്ടാവും. അപ്പോൾ എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ജില്ല എന്ന് പറയുമ്പം അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഈ പറയുന്ന ജില്ലയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇത്രയൊക്കെ ആളുകൾ ബിസിനസ്സിലേക്ക് വന്നിട്ടും, ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ടും പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രപ്പോർഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ആ ആളുകളുടെ ക്രൗഡിനനുസരിച്ച് ഒരു ഗ്ലോബൽ ബ്രാൻഡുകളുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവാണ്. നമ്മുടെ സൈഡിൽ നിന്ന് ഗ്ലോബൽ ബ്രാൻഡ് എന്ന് പറയാവുന്ന വളരെ ലിമിറ്റഡായ ബ്രാൻഡുകളെ ഇപ്പോഴും ഉള്ളൂ. ലോകത്തിൽ ഒരു 20-ലേറെ രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ബ്രാൻഡുകൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ബ്രാൻഡുകളെ നമുക്കുള്ളൂ. ഇപ്പോൾ മലബാർ ഗോൾഡ് പോലെ, ലുലു പോലെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഫില്ലി കുറച്ചധികം രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഒരു എക്സ്പാൻഷൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബ്രാൻഡുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകളൊന്നും നമുക്കില്ല. അത് എന്തുകൊണ്ടാണ് ഈ ഒരു സംഗതി നടക്കാതെ പോകുന്നത്, എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം $1 ബില്യൺ CEO മൈൻഡ് സെറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റിലും അയാളുടെ ഹാബിറ്റിലും ചേഞ്ച് വരുത്തുമ്പോൾ മാത്രമാണ് നല്ല പ്രൊഡക്റ്റ് ആയിട്ടും, ഒരുപാട് ആളുകളുടെ കയ്യിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, ഒരുപാട് ആളുകളുടെ നല്ല ബിസിനസ് ഐഡിയ ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഒരു പരിധി വിട്ട് പല ബിസിനസ്സുകളും മുന്നോട്ട് പോകുന്നില്ല. ഗ്രോത്തിലേക്ക് പോകാത്തതിൻ്റെ കാരണം പ്രധാനമായിട്ടും ഈ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു CEO മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഓപ്പറേറ്റർ ടു ആർക്കിടെക്ട് ആണ്. അപ്പോൾ 2 കോൺസെപ്റ്റിലാണ് ഒരു ഓൺട്രപ്രണർ വർക്ക് ചെയ്യുന്നത്. ഒന്നൊരു ഓപ്പറേറ്റർ മോഡിലാണ് ബിസിനസ്സുകാരൻ വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഓപ്പറേറ്റർ മോഡ്. എന്താണ് ഓപ്പറേറ്റർ മോഡ് എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ബിസിനസ്, ഒരു മെഷീൻ ഓപ്പറേറ്റർ എന്ത് ചെയ്യും? ആ ഓപ്പറേറ്റർ ഇങ്ങനെ അത് ചുരുട്ടി അത് ഇങ്ങനെ കൃത്യമായിട്ട് ഓൺ ആക്കുന്നത് ഓപ്പറേറ്ററാണ്, ഓഫ് ആക്കുന്നത് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഓൺ ആക്കുമ്പോഴും ഓപ്പറേറ്റർ വേണം, ഓഫ് ആക്കാനും ഓപ്പറേറ്റർ വേണം. അതിന് വല്ല കംപ്ലൈൻറ്റോ സർക്യൂട്ടോ അതല്ലെങ്കിൽ മെക്കാനിക്കൽ എന്തെങ്കിലും ഡാമേജുകളോ ഉണ്ടോ എന്ന് നോക്കാൻ ഓപ്പറേറ്റർ വേണം. ഓപ്പറേറ്റർ ഉണ്ടെങ്കിലേ റിസൾട്ട് കിട്ടുള്ളൂ, ഓപ്പറേറ്റർ ഉണ്ടെങ്കിലേ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഓപ്പറേറ്റർ മൈൻഡിൽ നിന്ന് ഒരു ആർക്കിടെക്ട് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന മൈൻഡിലേക്ക് നമുക്ക് എപ്പോഴാണ് നമ്മുടെ മൈൻഡിനെ ഇന്റേണലി ചേഞ്ച് ചെയ്യാൻ പറ്റുക? അവിടെ നിന്നാണ് ഒരു $1 ബില്യൺ CEOയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലിയർ. ഞാൻ ഒരുപാട് ബിസിനസ്സുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം മിക്കവാറും ആളുകൾക്ക് അവർ ഇൻവോൾവ് ആണ് ബിസിനസ്സിൽ. അവർ ഇൻവോൾവ്മെന്റിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറല്ല. രാവിലെ അവർ ഓഫീസിൽ പോകണം, രാത്രി വരെ അവിടെ തന്നെ നിൽക്കണം. അത് ചെയ്തില്ലെങ്കിൽ, ടെലികോൾ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സെയിൽസിനെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, ഓഫീസിൽ പോയിട്ട് ആളുമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ, ഫിനാൻസിനെ കണ്ടിട്ടില്ലെങ്കിൽ, പർച്ചേസിനെ കണ്ടിട്ടില്ലെങ്കിൽ, പിന്നെ അന്നത്തെ ദിവസം വീക്കാണ് എന്ന് വിശ്വസിക്കുകയും അതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് സമയം സ്പെൻഡ് ചെയ്യും. എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ ടയേർഡാകും. പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അത് ബിസിനസ് കൊണ്ട് നടക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം കിട്ടാതെ പോകുന്ന ആളുകൾ. പക്ഷേ ഇതെല്ലാവർക്കും അറിയില്ല. എല്ലാവരും വിചാരിച്ചു ഇരിക്കുന്നത് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസി ആവുക എന്നുള്ളതാണ്.
ബിസി ആവുക, അതിൻ്റെ പുറകിൽ ഓടുക, അതിനുവേണ്ടി കഷ്ടപ്പെടുക, അത് എൻജോയ് ചെയ്യും. മാത്രമല്ല, എനിക്ക് ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ഒമാൻ എന്നുള്ള ക്ലയൻറ്റ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്, ഞങ്ങളൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ് ഞങ്ങൾ ലിറ്ററലി. അപ്പോൾ ഞങ്ങൾ ബിനാക് ബിസിനസ് സൊല്യൂഷൻ എന്ന് പറയുന്നൊരു കൺസൾട്ടൻ്റ്, അപ്പോൾ ഒമാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റാണ്. അപ്പോൾ ഇവർ ഞങ്ങളുമായിട്ട് കൺസൾട്ടൻസിക്ക് വരികയും അത് ഞങ്ങൾ കൺസൾട്ട് ചെയ്യുകയും ചെയ്ത സമയത്ത് പുള്ളിക്കാരനാണ് എല്ലാ കാര്യങ്ങളും. 4-5 സൂപ്പർ മാർക്കറ്റുകളുണ്ട് സലാല ബേസ് ചെയ്തിട്ട്, നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ പുള്ളി ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ ഉറക്ക പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അങ്ങനെ വന്നു, നമ്മളതിനെ സിസ്റ്റമാറ്റിക് ആക്കി. പിന്നെ പുള്ളി ഇല്ലാത്ത ബിസിനസ് കംപ്ലീറ്റും റൺ ചെയ്യേണ്ട അവസ്ഥ വന്നു. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ചില ഇമ്പോർട്ടൻറ്റ് ചെക്കുകൾ സൈൻ ചെയ്യാൻ വേണ്ടി മാത്രം പുള്ളി ഓഫീസിൽ പോയാൽ മതി. ബാക്കിയുള്ളതിനെല്ലാം സ്ട്രാറ്റജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രൊഡക്റ്റ് സെലക്ഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ റാക്കുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും, വീക്കെൻഡ് ഓഫറുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും, എല്ലാത്തിനും നമ്മൾ നല്ല മിടുക്കരായിട്ടുള്ള ആളുകളെ പ്ലേസ് ചെയ്തു, സിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്തു. ഇയാളില്ലാതെ തന്നെ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം. ഇയാൾക്ക് ഉറങ്ങാൻ സമയമുണ്ട്, കറങ്ങാൻ സമയമുണ്ട്, മക്കളുടെ കൂടെ സമയമുണ്ട്. പക്ഷേ ഇയാൾക്ക് ഡിപ്രഷനായി പോയി. ഞാൻ ബിസിനസ് ചെയ്യണില്ല, ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യുന്നില്ല, ഞാൻ വെറുതെ സമയം കളയാണ് എന്ന തോന്നലിൽ പുള്ളിക്ക് ഭയങ്കര ഡിപ്രഷനായിട്ട്. പിന്നെ എൻ്റെ അടുത്ത് പുള്ളിക്ക് വന്നത്, എനിക്ക് ആകെ ഡിപ്രഷൻ, ഞാൻ വെറുതെ ഇരുന്നിട്ട് ആകെ ബോറടിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറയുന്നത്, പുള്ളി നിങ്ങളിത് കൊണ്ട് നടന്ന് ഇത് മതിയായി, ഇനി ഇത് ഗ്രോ ചെയ്യണം. ഇപ്പം നിങ്ങൾ 8ഓളം സൂപ്പർ മാർക്കറ്റ്, അത് 80ലേക്ക് എത്തിക്കാനുള്ള വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്, വെറുതെ ഇരിക്കേണ്ട ആളല്ല. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ആളുകൾ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ബിസിനസ്സിൽ ഹൈലി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഈ ഇൻവോൾവ്മെൻറ്റിൽ, ഇപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ചില ആളുകളെങ്കിലും അങ്ങനെ ഉണ്ട്, ചിലർ കുറേ കൂടെ ഒക്കെ ഫ്രീ ആയ ആളുകളുണ്ട്, ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പറേറ്ററിൽ നിന്ന് ആർക്കിടെക്റ്റിലേക്ക്, അതിൻ്റെ സൂപ്പർവൈസറിലേക്ക്, അതല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്തിട്ട് ബാക്കി ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നിടത്തു നിന്നാണ് ഈ പറയുന്ന CEO മൈൻഡ് സെറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. മറ്റതെല്ലാം സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. നമ്മളൊരു CEO ആകുന്നില്ല, വി ആർ ജസ്റ്റ് എൻ എംപ്ലോയിങ്. അതായത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ തന്നെ നമുക്ക് കൂലി തരുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനിൽ ഇൻവോൾവ് ആണെങ്കിൽ, അത് സെയിൽസിലാവട്ടെ, മാർക്കറ്റിങ്ങിലാവട്ടെ, പെർച്ചേസിലാവട്ടെ, പ്രൊഡക്റ്റ് സെലക്ഷനിലാവട്ടെ, എന്തിലാണെങ്കിലും ശരി, നമ്മൾ ഇൻവോൾവ് ആണ് എങ്കിൽ വി ആർ നോട്ട് എ CEO, വി ആർ എ ജസ്റ്റ് സെൽഫ് എംപ്ലോയി. അപ്പോൾ സെൽഫ് എംപ്ലോയിയിൽ നിന്ന് നമ്മൾ ഹാൻഡ് ഓൺ ഡിസിഷൻ മേക്കിങ്ങിൽ നിന്നും, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നതിൽ നിന്നും ഓരോ ഘട്ടമായിട്ട് നമ്മൾ മാറണമെന്ന് പ്ലാൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കാം, അല്ലെങ്കിൽ 2 to 3 years ആയിട്ടുണ്ടാവുള്ളൂ. അവിടെ നിങ്ങളെല്ലാം ചെയ്യേണ്ടി വരാം ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അവിടെ നിന്ന് മാറി നിൽക്കണം എന്നതല്ല ഞാൻ പറയുന്നത്, ഒറ്റയടിക്ക് അത് കംപ്ലീറ്റ് നിർത്തിപ്പോകണം എന്നതൊന്നുമല്ല. ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തുടക്കത്തിൽ ചിലപ്പോൾ നമ്മളെല്ലാം ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാവണം? ഓപ്പറേറ്റർ മൈൻഡ് സെറ്റ് അല്ല ഉണ്ടാവേണ്ടത്. ഓക്കെ, ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ ഓപ്പറേറ്ററെ പോലെ എല്ലാം ചെയ്യുന്നുണ്ട്, ബട്ട് ഓപ്പറേറ്റർ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമുക്കൊരു ആർക്കിടെക്ചറൽ മൈൻഡ് സെറ്റ് ആണ് വേണ്ടത് ടു ബിൽഡ് എ ഗ്ലോബൽ ബ്രാൻഡ്. യെസ്, ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, എനിക്കറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ബട്ട് ഇനീഷ്യലി ഞാനതിൻ്റെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കും, അത് കഴിഞ്ഞിട്ട് പ്രൊക്യൂർമെൻറ്റ് ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കും, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ ആളുകളെ കൊണ്ടുവരും, ഫൈനാൻസിലേക്ക് ഞാൻ വളരെ എഫിഷ്യൻ്റ് ആളുകളെ കൊണ്ടുവരും, പതുക്കെ ഓരോന്നിന്ന് കൊണ്ടുവരും, എന്നിട്ട് അവിടെ സിസ്റ്റം ബിൽഡ് ചെയ്യും, സോഫ്റ്റ്വെയർ കൊണ്ടുവരും, എന്നിട്ട് അതിലൂടെ കൃത്യമായിട്ടും ഒരു പെർഫോമൻസ് ഡ്രിവൺ കമ്പനിയാക്കി മാറ്റും. 3 year ആകുമ്പോഴേക്കും ഈ ഡിവിഷൻ കംപ്ലീറ്റ്ലി ഞാൻ ഫ്രീ ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് നടക്കാവുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ഒരു ഓട്ടോ പൈലറ്റിലേക്ക് ഈ സിസ്റ്റം കൊണ്ടുപോകുക, അതിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ വിഷൻ. അതിലൂടെ എനിക്ക് ഈ സാധനത്തെ കൃത്യമായിട്ടും ഒരു രാജ്യത്തിൽ നിന്ന് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പല രാജ്യത്തേക്കും എക്സ്പാൻഡ് ചെയ്ത് സാറ്റലൈറ്റ് കൺട്രോളിംഗ് പോസിബിൾ ആകുന്ന രീതിയിൽ ബിസിനസ്സിന് വളരെ ഈസി ആയിട്ട് ഈ പ്രോസസ് മോഡലിനെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കായിട്ട് ബിസിനസ്സിനെ വിഷ്വലൈസ് ചെയ്യാനും നെറ്റ്വർക്ക് പോലെ നിങ്ങൾക്ക് കാണാനും പറ്റുന്ന ആ ആർക്കിടെക്ചറൽ മൈൻഡാണ് ഒരു CEOയുടെ ഫൗണ്ടേഷൻ.